ഹലോ കൂട്ടുകാരെ, അങ്ങനെ വൈജ തിരിച്ച് നെടുമ്പൂരിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മനു പറയുന്നുണ്ട് എല്ലാവരെയും ഒത്തിരി വിഷമിപ്പിച്ചിട്ടാണെങ്കിലും ആൻറ്റി ഉദ്ദേശിച്ച കാര്യം ആൻറ്റി നേടിയെടുത്തല്ലോ എന്ന്. അപ്പം മനുവിനെ ഒന്ന് പുച്ഛത്തോടു കൂടി നോക്കിയതിന് ശേഷമാണ് വൈജ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രോഹിത്ത് ഉമ്മറത്തിണ്ണയിൽ ഇരിക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ പഴയ ഫോട്ടോസ് എല്ലാം നോക്കി അലീന ചേച്ചിയെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വൈജ കയറി വരുന്നത്. അപ്പോൾ വൈജ വന്നതൊന്നും രോഹിത്ത് ആദ്യം അറിയുന്നില്ല. പിന്നീടാണ് പിള്ളേരെല്ലാവരും കൂടി വൈജയെ കാണുമ്പോൾ ഉമ്മറത്തോട്ട് വരുന്നത്. അങ്ങനെ വൈജ എല്ലാവരെയും ഒരു പുച്ഛത്തോടെയും ദേഷ്യത്തോടും കൂടി നോക്കിയതിന് ശേഷമാണ് അകത്തോട്ട് കയറുന്നത്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനും അലീനയും യാത്രയിലാണ്. വഴിക്ക് ഒരു ഇടത്ത് നിർത്തിയ ശേഷമാണ് ബാലചന്ദ്രൻ പറയുന്നത്, അലീന, അന്ന് നിന്നെ അന്വേഷിച്ചു വന്നത് നിൻ്റെ യഥാർത്ഥ അച്ഛനാണ്, അവിടേക്കാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാൻലി ജോസഫ് എന്നാണ്. കുളത്തൂപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് കേട്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അലീന. അങ്ങനെ അലീന ആ കാറിൽ നിന്ന് ഇറങ്ങി മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറേ പട്ടികളുടെ കുറേയും ശബ്ദമൊക്കെ കേൾക്കും. അപ്പോൾ ഒരു ചെറുത്തെല്ല് ഭയത്തോടു കൂടിയാണ് അലീന അങ്ങോട്ട് കയറുന്നത്. പക്ഷേ രക്തത്തെ തിരിച്ചറിയുമെന്ന് പറഞ്ഞതുപോലെ ആ അപ്പൻ്റെ മകളേനെ ആ നായ്ക്കളും തിരിച്ചറിയുകയാണ്. ആ നായ്ക്കളെല്ലാവരും സ്നേഹത്തോടു കൂടി വന്നിട്ട് അലീനയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആൻ്റപ്പൻ ചേട്ടൻ ആകെ ഷോക്കാവുകയാണ്. കാരണം അത്രയും ഒരു ഇണങ്ങുന്ന ഇനത്തിൽപ്പെട്ട നായക്കളല്ല അവർ പക്ഷെ അലീനയെ കണ്ടപ്പം വാലും മടക്കി അലീനയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇതേ സമയം ജോലിക്കാരോട് നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലിയുടെ പിൻഭാഗം മാത്രമാണ് അലീന ആദ്യം കാണുന്നത്. പിന്നെ അവൾ അമ്പരപ്പോടും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. പിന്നീട് പെട്ടെന്ന് സ്റ്റാൻലി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ ബാലചന്ദ്രനെ അലീനയും കാണുന്നത്. അങ്ങനെ ബാലചന്ദ്രനെയും അലീനയും സന്തോഷത്തോടു കൂടി അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന സ്റ്റാൻലിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.